നമസ്കാരം. ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യക്കെതിരെ വീണ്ടും നികുതി ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ വ്യാപാര ഊർജ്ജ താൽപര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ നീങ്ങിയില്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അതിവേഗത്തിൽ അധിക നികുതി ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകളിലുള്ള അതൃപ്തി തന്നെയാണ് വീണ്ടും നികുതി ഭീഷണിക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെ നല്ല മനുഷ്യൻ എന്ന് പ്രശംസിച്ചെങ്കിലും വ്യാപാര കാര്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകളിൽ താൻ സന്തോഷവാനല്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. മോദി വളരെ നല്ല മനുഷ്യനാണ്, അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്, ഞാൻ സന്തോഷവാനല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നെ സന്തോഷിപ്പിക്കേണ്ടത് പ്രധാനമായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് വലിയ വ്യാപാര ബന്ധമുണ്ടെന്നും ഇന്ത്യയുടെ മേൽ അതിവേഗം താരിഫ് വർദ്ധിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ സമ്മർദ്ദം ശക്തമാകുന്നതോടെ റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ വിവരങ്ങൾ കൃത്യമായി സമർപ്പിക്കാൻ ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനുവരി 2 മുതൽ റഷ്യൻ US എണ്ണ വാങ്ങലുകളുടെ ആഴ്ച തിരിച്ചുള്ള കണക്കുകൾ സമർപ്പിക്കാനാണ് നിർദ്ദേശം. അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്കുകൾ നൽകുന്നതിനും മറ്റുള്ള സ്രോതസ്സുകളിൽ നിന്നുള്ള തെറ്റായ വിവരങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനുമാണ് ഈ നീക്കമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനലൈസിസ് സെൽ ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്. റഷ്യൻ എണ്ണയുടെ വലിയ തോതിലുള്ള വാങ്ങലിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി അമേരിക്ക 50% വർദ്ധിപ്പിച്ചിരുന്നു. കടുത്ത ഉപരോധങ്ങൾക്കിടയിൽ ഡിസംബറിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി പ്രതിദിനം 1.2 ദശലക്ഷം ബാരലായി കുറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. എങ്കിലും വിലക്കിഴിവ് ലഭ്യമായതിനാൽ ചില സ്ഥാപനങ്ങൾ ഇപ്പോഴും വലിയ തോതിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടെങ്കിലും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് റഷ്യൻ എണ്ണ അത്യാവശ്യമാണെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ച് ഉത്തര കൊറിയ. ഉത്തര കൊറിയ ഞായറാഴ്ച ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായാണ് റിപ്പോർട്ട്. അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഉത്തര കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വിക്ഷേപണം നടന്നതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. 2 മിസൈലുകളാണ് ഉത്തര കൊറിയ ശക്തി പ്രകടിപ്പിക്കാനായി വിക്ഷേപിച്ചതെന്നാണ് വിവരം. ഏകദേശം 900 മുതൽ 950 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ കൊറിയൻ ദ്വീപുകൾക്കും ജപ്പാനുമിടയിൽ സമുദ്രഭാഗത്തായി പതിച്ചു. മിസൈലുകൾ 900 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതായി ദക്ഷിണ കൊറിയൻ സൈന്യവും 2 മിസൈലുകളാണ് ഉത്തര കൊറിയ വിക്ഷേപിച്ചതെന്ന് ജപ്പാനും സ്ഥിരീകരിച്ചു. 2 മാസത്തിനിടെ ഇതാദ്യമായാണ് ഉത്തര കൊറിയ 2 മിസൈലുകൾ ഒരുമിച്ച് വിക്ഷേപിക്കുന്നത്. കഴിഞ്ഞ നവംബർ 7-ന് ഉത്തര കൊറിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചിരുന്നു. ദക്ഷിണ കൊറിയയുമായി അടുക്കുന്നതിന് ചൈനയ്ക്കുള്ള സന്ദേശം നൽകുക കൂടിയാണ് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തിലൂടെ ഉത്തര കൊറിയ ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തൽ. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് ഉത്തര കൊറിയ മിസൈൽ വിക്ഷേപണം നടത്തിയെന്നതും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ വെനസ്വേലയിലെ US ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും ഉത്തര കൊറിയയുടെ മിസൈൽ വിക്ഷേപണം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. മിസൈൽ വിക്ഷേപണത്തിലൂടെ തങ്ങൾ വെനസ്വേലയിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണെന്ന സന്ദേശം നൽകാനാണ് ഉത്തര കൊറിയ ആഗ്രഹിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. വെനസ്വേലയിലെ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ഏറ്റവും ഭയപ്പെടുന്ന വ്യക്തികളിൽ ഒരാൾ ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉൻ ആയിരിക്കുമെന്ന് യോൻസായി സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസർ ബോങ് യാഷിക് ചൂണ്ടിക്കാട്ടി. നേരത്തെ അമേരിക്ക വെനസ്വേലയിൽ നടത്തിയ ആക്രമണത്തെ ഉത്തര കൊറിയ ശക്തമായി അപലപിച്ചിരുന്നു. അമേരിക്ക വെനസ്വേലയുടെ പരമാധികാരത്തെ ലംഘിച്ചെന്നായിരുന്നു ഉത്തര കൊറിയയുടെ പ്രതികരണം. USന്റെ ഈ നടപടി അവരുടെ തെമ്മാടിത്തരവും ക്രൂരതയും നിറഞ്ഞ സ്വഭാവം കാണിക്കുകയാണെന്നും ഉത്തര കൊറിയ കുറ്റപ്പെടുത്തി. അതേസമയം ഉത്തര കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തിൽ ദക്ഷിണ കൊറിയയും ജപ്പാനും ശക്തമായ പ്രതിഷേധം അറിയിച്ചു. അടിയന്തര യോഗം ചേർന്നതായും UN സുരക്ഷാ കൗൺസിലിന്റെ പ്രമേയങ്ങളെ ലംഘിക്കുന്ന പ്രകോപനകരമായ നടപടികൾ അവസാനിപ്പിക്കാൻ ഉത്തര കൊറിയയോട് ആവശ്യപ്പെട്ടതായും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു. ഉത്തര കൊറിയയുടെ മിസൈൽ വിക്ഷേപണം മേഖലയുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ജപ്പാൻ പ്രതിരോധ മന്ത്രി അറിയിച്ചു. ഇറാനിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം. ഇറാനിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇറാനിലേക്കുള്ള അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ഇറാനിലുള്ള ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും പ്രതിഷേധങ്ങളിലോ പ്രകടനങ്ങളിലോ ഉള്ള സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ അക്കൗണ്ടും നിരന്തരം നിരീക്ഷിക്കണം.
റെസിഡന്റ് വിസയിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതിനെ തുടർന്ന് ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം തുടരുകയാണ്. പ്രതിഷേധങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. 1000-ഓളം പേർ അറസ്റ്റിലായതായും മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. സുരക്ഷാ സേന സാധാരണക്കാരെ വിവേചനരഹിതമായി ലക്ഷ്യമിടുന്നുവെന്നും മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചു. ഇറാനിലെ കറൻസിയുടെ തകർച്ചയും ജീവിത ചെലവ് വർദ്ധിച്ചതും മൂലമുണ്ടായ രാജ്യവ്യാപകമായ പ്രക്ഷോഭം 78 നഗരങ്ങളിലേക്ക് വ്യാപിച്ചതായി US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റ്സ് ഇൻ ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഭരണകൂടത്തിന് അവസാനമുണ്ടാകണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആഹ്വാനം. രാജ്യത്തെ പരമോന്നത നേതാവ് അലി ഖമേനി പ്രതിഷേധക്കാരെ കലാപകാരികൾ എന്നാണ് അഭിസംബോധന ചെയ്തത്. US ഡോളറിനെതിരെ ഇറാൻ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. ടെഹ്റാനിലെ വ്യാപാരികൾ ആരംഭിച്ച പ്രതിഷേധം പിന്നീട് സർവകലാശാല വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയുമായിരുന്നു. അതേസമയം സമാധാനപരമായി സമരം ചെയ്യുന്നവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇറാനിൽ ഇടപെടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ചൈനയുടെ നീക്കം. പാകിസ്ഥാനുമായുള്ള ബന്ധം പൂർവാധികം ശക്തിപ്പെടുത്താനും സഹകരണം വിപുലപ്പെടുത്താനും ചൈനയുടെ തീരുമാനം. ചരിത്രപരമായി ഉരുക്കുപോലെ ഉറച്ച ബന്ധം സാമ്പത്തിക വ്യാപാര ബന്ധത്തിലൂടെ ഊട്ടിയുറപ്പിക്കണമെന്നാണ് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രഖ്യാപനത്തിലൂടെ അറിയിച്ചത്. പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ നിലപാടിനെ ചൈന പുകഴ്ത്തി. പാകിസ്ഥാൻ US-ഉമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പിന്നാലെയാണ് ചൈനയുടെ ഉദാരമായ പിന്തുണ. ചൈനയുടെ വിദേശ നയങ്ങളെ ഗൂഢമായി പിന്തുണയ്ക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. തായ്വാൻ, ടിബറ്റ്, ഹോങ്കോങ്, സൗത്ത് ചൈന കടൽ തുടങ്ങിയ രാജ്യാന്തര വിഷയങ്ങളിൽ ചൈനയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ഇതിന് പ്രതിഫലമെന്നോണം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിലൂടെ ചൈന വൻ നിക്ഷേപമാണ് പാകിസ്ഥാന് നൽകുന്നത്. അതിർത്തി കടന്ന് ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാനുള്ള പദ്ധതിയും ശക്തമാക്കി. ചൈന പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് സഹകരണം ശക്തിപ്പെടുത്താനുള്ള തീരുമാനം. വെനസ്വേലയിൽ വീണ്ടും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ. തിങ്കളാഴ്ച രാത്രി തലസ്ഥാനമായ കാരിക്കാസിലെ പ്രസിഡന്റ് കൊട്ടാരത്തിന് സമീപം വെടിവെച്ച് കേട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡ്രോൺ പോലെയുള്ള ആയുധങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചതായും പ്രതിരോധിക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഈ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് US അറിയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വെനസ്വേലയിൽ മിന്നലാക്രമണം നടത്തി US രാജ്യത്തെ പ്രസിഡന്റായിരുന്ന നിക്കോളാസ് മഡുറോയെയും ഭാര്യയും പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ഇവരെ ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിഷേധിക്കുന്നതായും താൻ നിരപരാധിയാണെന്നും വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ന്യൂയോർക്ക് കോടതിയിൽ പറഞ്ഞു. അമേരിക്ക സൈനിക നീക്കത്തിലൂടെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരിക്കാസിൽ നിന്ന് പിടികൂടി 2 ദിവസം പിന്നിടുമ്പോഴാണ് മഡുറോയെയും ഭാര്യയെയും കോടതിയിൽ ഹാജരാക്കിയത്. മയക്കുമരുന്ന് തീവ്രവാദ ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി ഗൂഢാലോചന, യന്ത്രത്തോക്കുകൾ, വിനാശകരമായ ഉപകരണങ്ങൾ എന്നിവ കൈവശം വയ്ക്കൽ തുടങ്ങിയ 4 കുറ്റങ്ങളിലും താൻ കുറ്റക്കാരനല്ല എന്നാണ് മഡുറോയുടെ വാദം. മാന്യമായ വ്യക്തിയാണെന്നും താൻ ഇപ്പോഴും തന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റാണെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. കേസിൽ വാദം കേൾക്കുന്നതിനായി മഡുറോയെ മാർച്ച് 17-ന് വീണ്ടും ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. തടവ് കേന്ദ്രത്തിൽ നിന്നും ഹെലികോപ്റ്ററിലും കവച വാഹനത്തിലുമാണ് മഡുറോയെയും ഭാര്യയെയും കോടതിയിൽ ഹാജരാക്കിയത്. 2020-ൽ രജിസ്റ്റർ ചെയ്ത ലഹരിക്കടത്ത് കേസിലാണ് മഡുറോ വിചാരണ നേരിടുന്നത്. അതേസമയം വെനസ്വേലയിൽ കടന്നുകയറി പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും റാഞ്ചി US-ലെത്തിച്ച US സൈന്യത്തിന്റെ ഓപ്പറേഷനിടെ പ്രതിരോധമുണ്ടാക്കാത്തതിൽ ദുരൂഹതയുയരുന്നുണ്ട്. അതീവ സുരക്ഷയുള്ള പ്രസിഡന്റിന്റെ വസതിയിൽ കടന്നുകയറി നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും US പിടികൂടുന്നത് പ്രതിരോധിക്കാൻ സൈന്യം നീക്കം നടത്തിയില്ലെന്നാണ് ആരോപണം. വെനസ്വേലൻ ഭരണകൂടത്തിലെ ചില ഉന്നതരും ട്രംപ് ഭരണകൂടവും തമ്മിലുണ്ടാക്കിയ രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു US സൈന്യത്തിന്റെ ഓപ്പറേഷൻ എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. അറബ് സഖ്യകക്ഷികളുടെ മധ്യസ്ഥതയിൽ ഡെൽസിയെയും ദേശീയ അസംബ്ലിയുടെ അധ്യക്ഷനായ സഹോദരൻ ജോർജ് റോഡ്രിഗസും ട്രംപ് ഭരണകൂടവുമായി കഴിഞ്ഞ വർഷം രഹസ്യമായി ചർച്ചകൾ നടത്തിയതായി മയാമി ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.